ഹായ്, ഞാൻ സെയ്ദ് സി ജെ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാൻ പറ്റും, ബിസിനസ്സുകൾ പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. ചില ബിസിനസ്സുകൾ ട്രേഡിംഗ് ബിസിനസ്സാണ്, ചിലത് മാനുഫാക്ചറിങ് ബിസിനസ്സാണ്, ചില ബിസിനസ്സുകൾ സർവീസ് ബിസിനസ്സാണ്. ട്രേഡിംഗ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കമ്മോഡിറ്റീസ് അവർ പർച്ചേസ് ചെയ്യുന്നു, അതേ കമ്മോഡിറ്റീസിനെ അവർ സെയിൽ ചെയ്യുന്നു. ഗുഡ്സ് വാങ്ങി അതേ ഗുഡ്സിനെ തന്നെ അവർ സെയിൽ ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രിക്കൽ ബിസിനസ്, ഇലക്ട്രോണിക് ബിസിനസ്, മെഡിക്കൽ ഷോപ്പുകൾ, അതുപോലെ തന്നെ ഹാർഡ്വെയർ ബിസിനസ്സുകൾ, ഇത്തരത്തിലുള്ള ബിസിനസ്സുകളുടെയൊക്കെ പ്രത്യേകത അവരുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, അതേ ഗുഡ്സിനെ അവരുടെ പ്രോഫിറ്റ് കൂട്ടി അവർ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ബിസിനസ്സിനെയാണ് നമ്മൾ ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയുക. ഇനി വേറൊരു ബിസിനസ്സാണ് മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറയും. മാനുഫാക്ചറിങ് ബിസിനസ്സിൻ്റെ പ്രത്യേകത അവർ പർച്ചേസ് ചെയ്യുന്നത് റോ മെറ്റീരിയലാണ്. ആ റോ മെറ്റീരിയൽ അവർ പർച്ചേസ് ചെയ്തിട്ട് അതിനെ അവർ ഗുഡ്സ് ആക്കി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഗുഡ്സിനെ അവരുടെ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഒരുപാട് എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഏതൊരു കമ്മോഡിറ്റീസ് എടുത്താലും ആ കമ്മോഡിറ്റിയൊക്കെ ഏതെങ്കിലും ഒരു മാനുഫാക്ചറുടെ അണ്ടറിലൂടെ വരുന്നതാണ്. ഇപ്പോൾ MRFൻ്റെ ടയർ കമ്പനി റബ്ബർ പോലത്തെ റോ മെറ്റീരിയൽ അവർ പർച്ചേസ് ചെയ്തിട്ട് അതിനെ അവർ ടയറാക്കുന്നു. ആ ടയറിനെ അവരുടെ കസ്റ്റമർക്ക് അവർ സെയിൽ ചെയ്യുന്നു. അതുകൊണ്ട് അവരൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇപ്പോൾ ഒരു കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി, ടാറ്റ മോട്ടോഴ്സൊക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, കാർ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് അവർ പർച്ചേസ് ചെയ്യുന്നു, പിന്നെ അത് കാറാക്കിയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ കാറിനെ അവരുടെ കസ്റ്റമർക്ക് അവർ സെയിൽ ചെയ്യുന്നു. ദെൻ വേറൊരു ബിസിനസ്സാണ് സർവീസ് ബിസിനസ് എന്ന് പറയും. അത്തരം ബിസിനസ്സിൻ്റെ പ്രത്യേകത അവർ സർവീസ് പ്രൊവൈഡിങ് ആണ്. അവിടെ ഗുഡ്സ് വാങ്ങി ഗുഡ്സ് വിൽക്കുന്ന കോൺസെപ്റ്റ് അവർക്കില്ല. അവർ ചെയ്യണത് പ്യുവർലി സർവീസ് ആയിരിക്കും. ഇപ്പോൾ ട്രാവൽസുകൾ, അതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, കൊമേഴ്ഷ്യൽ കോച്ചിങ് ആൻഡ് ട്രെയിനിങ്, ബിസിനസ് കൺസൾട്ടൻസി ബിസിനസ്സുകളൊക്കെ ശരിക്കും ചെയ്യുന്നത് സർവീസാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ആയിരിക്കും അവരുടെ കസ്റ്റമേഴ്സിന് അവർ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന 3 തരത്തിലുള്ള ബിസിനസ്സിൻ്റെയും അക്കൗണ്ട്സിൻ്റെ മെയിൻ്റനൻസും അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന രീതിയൊക്കെ ഡിഫറൻ്റാണ്. ഇപ്പോൾ പ്രായോഗിക തലത്തിൽ നമ്മളൊരു പ്രാക്ടിക്കൽ കോൺസെപ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ബിസിനസ്സിൻ്റെയും അക്കൗണ്ടിങ് സിസ്റ്റവും അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഡിഫറൻ്റാണ്. പ്രത്യേകിച്ച് ഒരു അക്കൗണ്ടിങ് പ്രൊഫഷണൽ ഒരു കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കണം. അല്ലെങ്കിൽ നല്ല പോലെ നമ്മൾ ഈ സെഗ്മെൻറ്റിൽ എക്സ്പീരിയൻസ് ആയെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സിൽ പോയിട്ട് ആ ബിസിനസ് പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ നമുക്കവിടെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും തങ്ങളുടെ ബിസിനസ്സിനെക്കുറിച്ച് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അക്കൗണ്ടിങ് സിസ്റ്റം എന്താണ്, അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെയാണ്, അവിടുത്തെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, അക്കൗണ്ട്സ് എങ്ങനെ കീപ്പ് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എങ്ങനെ കീപ്പ് ചെയ്യണം, ഫയൽസ് എങ്ങനെ കീപ്പ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ നല്ല പോലെ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിലെ അക്കൗണ്ട്സിനെ കുറിച്ചും ടാക്സേഷൻ മാറ്റേഴ്സിനെ കുറിച്ചൊക്കെ അവർക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും അതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ചാണ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 3 തരത്തിലുള്ള ബിസിനസ്സുണ്ട്. അതിലെ ആദ്യത്തെ ബിസിനസ്സായ ഒരു ട്രേഡിംഗ് ബിസിനസ്സിലെ ട്രേഡിംഗ് അക്കൗണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. മാനുഫാക്ചറിംഗ് ബിസിനസ്സിൻ്റെയും സർവീസ് ബിസിനസ്സിൻ്റെയും ഒക്കെ അക്കൗണ്ട്സും അതിൻ്റെ അക്കൗണ്ട്സ് കീപ്പിംഗ് രീതിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒരു ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ നമുക്കിവിടെ സ്ക്രീനിൽ തന്നെ കാണാൻ നമുക്ക് പറ്റും, ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ട്രയൽ ബാലൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ട്രയൽ ബാലൻസിൽ പ്രധാനമായിട്ടും 7 കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്നെങ്കിൽ ട്രയൽ ബാലൻസിൽ ഉണ്ടാവുക സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്നെങ്കിൽ അസറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ എക്സ്പെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ എന്തെങ്കിലും ലോസുകൾ നമുക്ക് കാണാൻ പറ്റും, അതല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ നമുക്ക് ഇൻകം കാണാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ കാണാം, അല്ലെങ്കിൽ ലാബിലിറ്റീസ് കാണാം. ഇതാണ് നമുക്ക് ട്രയൽ ബാലൻസിൽ കാണാൻ പറ്റുക. അപ്പോൾ ഈ ട്രയൽ ബാലൻസിൽ കാണുന്ന ഈ 7 കാര്യങ്ങളിൽ നമ്മൾ ട്രയൽ ബാലൻസിൽ നിന്ന് നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നത് അതിലുള്ള എക്സ്പെൻസും ഇൻകവും ആയിരിക്കും. എക്സ്പെൻസും ഇൻകം എടുക്കുമ്പോൾ തന്നെ എക്സ്പെൻസുകളെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, വേറെ ഒന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഒരു ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രേഡുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുക. ട്രേഡ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ്. സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് പറയുക. അപ്പോൾ പർച്ചേസും സെയിലും മാത്രമാണ് ട്രേഡിൽ വരിക. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ സഹിതം വ്യക്തമാക്കുകയാണെങ്കിൽ,
ഇപ്പോൾ ഒരു മിഷനറി ഡീൽ ചെയ്യുന്ന ഒരു കച്ചവടക്കാരനാണ് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിളിലൂടെ ഇത് മനസ്സിലാക്കാം. ഒരു മിഷനറി വാങ്ങി വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ, അയാളുടെ ബിസിനസ്സിൽ അയാൾ ഒരു വർഷം ഒരു 100 മിഷനറി അയാൾ വാങ്ങി. അതിലൊരു 80 മിഷനറി അയാൾ ആ വർഷം സെയിൽ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 100 മിഷനറി വാങ്ങി അതിൽ 80 മിഷനറി വിറ്റപ്പോൾ കിട്ടുന്ന വ്യത്യാസം മാത്രം എത്രയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മളവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് 100 മിഷനറി വാങ്ങുമ്പോൾ ഒരു പർച്ചേസ് കോസ്റ്റ് വന്നിട്ടുണ്ടാവും, അതിൽ 80 മിഷനറി വിൽക്കുമ്പോൾ അയാൾക്ക് വേറെ സെയിൽസ് എമൗണ്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ പർച്ചേസും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, അയാൾ വാങ്ങി വിറ്റ ഗുഡ്സ് അയാൾക്ക് നെറ്റ് ഇഫക്റ്റ് ആയിട്ട് എന്ത് റിസൾട്ട് തന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രയൽ ബാലൻസിൽ നമ്മൾ നേരത്തെ കണ്ട എക്സ്പെൻസിലും ഇൻകത്തിലും പെടുന്ന ഡയറക്റ്റ് എക്സ്പെൻസും ഡയറക്റ്റ് ഇൻകമാണ് നമ്മൾ ഇതിലേക്ക് ചെയ്തത്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പർച്ചേസാണ്, ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ സെയിലാണ്. എന്ന് പറഞ്ഞാൽ പർച്ചേസും സെയിലും മാത്രം എഴുതുന്ന ഒരു അക്കൗണ്ടാണ് ആക്ച്വലി ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ച് വിശദമായിട്ട് നമുക്കിവിടെ നോക്കാം. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം പർച്ചേസാണ് എഴുതുക, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ സെയിലാണ് എഴുതുക. എത്ര പർച്ചേസ് ചെയ്തു എന്നുള്ളത് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു, എത്ര സെയിൽ ചെയ്തു എന്നുള്ളത് അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ അതിന് പർച്ചേസിന് താഴെ നമ്മൾ 2 ഐറ്റംസും കൂടി എഴുതും. അതൊന്ന് വേജസ് ആണ്, വേറെ ഒന്ന് ക്യാരേജ് ഇൻവാർഡാണ്. ബഹുഭൂരിഭാഗം ആൾക്കാർക്കും സംശയമുള്ളൊരു കാര്യമാണ് എന്താണ് ഈ വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മളെ ബിസിനസ്സിലേക്ക് നമ്മൾ വാങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു വണ്ടി വിളിച്ചിട്ടാണ് വാങ്ങി വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോട്ടോർ വെഹിക്കിൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ് ഗുഡ്സ് വാങ്ങി വരുന്നത് എങ്കിൽ ആ വെഹിക്കിളിലേക്ക് നമുക്ക് വാങ്ങിച്ച ഗുഡ്സ് കയറ്റാനും ആ വാങ്ങിച്ച ഗുഡ്സ് നമ്മൾ വാങ്ങിയിട്ട് വെഹിക്കിളിൽ കൊണ്ടുവന്ന് നമ്മളെ ബിസിനസ്സിലേക്ക് ഇറക്കാനും നമ്മൾ കൊടുക്കുന്ന ലോഡിങ് അൺലോഡിങ് ചാർജിനെയാണ് ഒരു ബിസിനസ്സിലെ അക്കൗണ്ട്സിൽ നമ്മൾ വേജസ് ആയിട്ട് എഴുതാൻ പാടുള്ളൂ. വേറെ ഒന്നിനെയും നമ്മൾ വേജസ് ആയിട്ട് എഴുതാൻ പാടില്ല. അപ്പോൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മൾ ഒരിടത്തു നിന്ന് വാങ്ങി നമ്മളെ ബിസിനസ്സിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത ലോഡിങ് അൺലോഡിങ് ചാർജിനെയാണ് നമ്മൾ വേജസ് എന്ന് പറയുക. വേറെ ഒന്നിനെയും നമ്മൾ വേജസ് ആയിട്ട് അക്കൗണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്തത് അവിടെ തൊട്ട് നമ്മളെ ബിസിനസ്സിലേക്ക് എത്തിക്കുന്ന സമയം വരെ നമ്മൾ കൊടുത്ത ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കാണും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ബിസിനസ് കാലിക്കറ്റാണെന്ന് വിചാരിക്കുക. നമ്മൾ വാങ്ങിക്കുന്ന ഗുഡ്സ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മളെ ഗുഡ്സ് വാങ്ങിക്കുന്നതെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് കാലിക്കറ്റിലേക്ക് ആ ഗുഡ്സ് എത്തിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയുക. വേറെ ഒന്നിനെയും ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയരുത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഫർണിച്ചറോ മെഷീനറിയോ അല്ലെങ്കിൽ ഓഫീസ് എക്യുപ്മെൻസുകളോ ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുത്താൽ അതൊന്നും ക്യാരേജ് ഇൻവാർഡ് ആയിട്ട് എഴുതാൻ പാടില്ല. അതിനെയൊക്കെ നമ്മൾ വേറെ രീതിയിൽ തന്നെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം. ശരിക്കും നമ്മൾ ഗുഡ്സ് വാങ്ങുമ്പോൾ ആ വാങ്ങിച്ച ഗുഡ്സ് നമ്മൾ എന്ത് കമ്മോഡിറ്റിയാണോ നമ്മളെ ബിസിനസ്സിൽ ഡീൽ ചെയ്യണത് ആ ഡീൽ ചെയ്യുന്ന കമ്മോഡിറ്റി നമ്മളെ ബിസിനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊടുത്ത ട്രാൻസ്പോർട്ടേഷൻ ചാർജിനെയാണ് നമ്മൾ ക്യാരേജ് ഇൻവാർഡ് എന്ന് പറയുക. അപ്പോൾ ഒരു ബിസിനസ്സിലെ പർച്ചേസ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്ത പർച്ചേസ് കോസ്റ്റും ആ ഗുഡ്സ് നമ്മൾ വാങ്ങി നമ്മളെ ബിസിനസ് പ്ലേസിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത ട്രാൻസ്പോർട്ടേഷൻ ചാർജിൻ്റെ ക്യാരേജ് ഇൻവാർഡ് എന്നും അത് ആ വെഹിക്കിളിലേക്ക് കയറ്റാനും വെഹിക്കിളിൽ നിന്ന് ഇറക്കാനും കൊടുത്ത ലോഡിങ് അൺലോഡിങ് ചാർജിനെ നമ്മൾ അക്കൗണ്ട്സിൽ വേജസ് ആയിട്ട് നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഈ പർച്ചേസും ഈ വേജും ക്യാരേജ് ഇൻവാർഡും ഒന്നിച്ചു വന്നാൽ മാത്രമേ അവിടുത്തെ പർച്ചേസ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ആക്ച്വലി പർച്ചേസും സെയിൽസും മാത്രമേ എഴുതാൻ പാടുള്ളൂ. സോ നമ്മൾ പർച്ചേസ് ചെയ്തുമ്പോൾ പർച്ചേസും എഴുതി, വേജും എഴുതി, ക്യാരേജ് ഇൻവാർഡും എഴുതി, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ സെയിലും എഴുതി. പിന്നീട് നമുക്ക് ഈ ഗുഡ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇയർ എൻഡിൽ കിടക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും, ഇയർ എൻഡ് സ്റ്റാർട്ടിൽ കിടക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടാണ് നമ്മളൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഒരു ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണാം. നമ്മൾ പർച്ചേസും സെയിൽസുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. പർച്ചേസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ പർച്ചേസുമായി ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയ 2 എക്സ്പെൻസുകളുണ്ട്. ഒന്ന് വേജസും ക്യാരേജ് ഇൻവാർഡും. അപ്പോൾ നമുക്കതിൻ്റെ പരിപൂർണമായ രൂപം നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിലുണ്ടാവുന്ന ഗുഡ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യം എഴുതുക ഓപ്പണിംഗ് സ്റ്റോക്കാണ്, പിന്നീട് നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതുക പർച്ചേസാണ്, ദെൻ വേജ്, ദെൻ ക്യാരേജ് ഇൻവാർഡ്.
ദെൻ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യൽ സെയിൽസും സെയിൽസിന് താഴെ ആ ഇയർ എൻഡിൽ എത്രയാണോ സ്റ്റോക്ക് ശേഷിക്കുന്നത് അതിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുക. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, വെയ്റ്റ്, ക്യാരേജ് ഇൻവാർഡ്, ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. ദെൻ ഫൈനലി നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ ഈ അക്കൗണ്ടിൻ്റെ ഏത് സൈഡാണോ കൂടുതൽ എന്ന് നോക്കുക. ചിലപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സൈഡ് കൂടും, ചിലപ്പോൾ ഡെബിറ്റ് സൈഡ് കൂടും. ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ടോട്ടലുള്ള എമൗണ്ട് രണ്ട് സൈഡിലേക്കും എഴുതിയിട്ട് അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ അതിൻ്റെ ബാലൻസ് എഴുതും. ആ ബാലൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുക. ചിലപ്പോൾ ഡെബിറ്റ് സൈഡ് കൂടും, ക്രെഡിറ്റ് സൈഡ് കുറവായിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കുറഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്രോസ് ലോസ് എന്ന് പറയുക. ഈ ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും ഒരിക്കലും ബിസിനസ്സിലെ ഓണർക്ക് എടുക്കാനുള്ളതല്ല. ഒരുപക്ഷേ ഒരു ബിസിനസ്സിൽ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ് ആ ബിസിനസ്സിലെ മറ്റു പല എക്സ്പെൻസുകളും മീറ്റ് ചെയ്യേണ്ടി വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലെ സാലറി, അഡ്വർടൈസ്മെൻറ്റ്, റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ ബില്ല്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അതെല്ലാം എടുക്കൽ ഒരുപക്ഷേ ആ ബിസിനസ്സിലെ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നായിരിക്കും. അതെടുത്ത് അതിൻ്റെ ബാക്കി കിട്ടുന്ന പ്രോഫിറ്റാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ആ നെറ്റ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്, നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുക. നമുക്ക് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് പഠിക്കാം. ഓക്കെ, അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.